അവരത് മറച്ചു വെക്കാൻ വേണ്ടി അവരൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്തു. ആ വക്കീലുമായിട്ട് ഒരു ധാരണ പുറത്ത് ഈ അഴിമതി ആരോപണം മൂടിവെക്കാമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അങ്ങനെ ആ വക്കീലുമായി ഒത്തുകളിച്ച നടപടി വിവാദത്തിലായി. ഇൻകം ടാക്സിന്റെ അഴിമതി മൂടിവെക്കാൻ, അതിന് പണം കൊടുക്കാൻ, ആ പണം കൊടുത്തതിലെ ക്രമവിരുദ്ധമായ നടപടികൾ, അതിന്റെ സുതാര്യതയില്ലായ്മ, ഇതെല്ലാം പലവട്ടം കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പിന്നീടാണ് നമ്മൾ വിജിലൻസില് പരാതി പോകുന്നതും താലൂക്ക് ബാങ്കിലെ അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വരുന്നതും. ആ പുറത്തു വരുന്നതിനെതിരെ CPM കോൺഗ്രസിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന പത്രസമ്മേളനങ്ങൾ പറവൂരിൽ സംഘടിപ്പിക്കുകയുണ്ടായി. പക്ഷെ കോൺഗ്രസ് എന്നും ആ ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത് രേഖാമൂലമുള്ള കടലാസുകൾ ഉപയോഗിച്ചിട്ടും വിവരാവകാശം ഉപയോഗിച്ചിട്ടുമാണ് ആ ആരോപണങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. CPM-ന്റെ നേതാക്കൾ പത്രസമ്മേളനം നടത്തി വായുവിൽ നിന്നുമോ ആരോപണങ്ങൾ കൊണ്ടുവരുന്നതല്ലാതെ അവർക്ക് രേഖാമൂലമോ തെളിവ് സഹിതമോ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ഇത് ഇറങ്ങിത്തിരിച്ചത്. എത്രയോ വർഷം, 6 വർഷമായി കോൺഗ്രസ് ഈ സമരവുമായിട്ട് മുമ്പോട്ട് പോകുന്നു.